പകലിലും പ്രത്യേകതകളാണ്. അസർ അൻവർ റളിയല്ലാഹു അൻഹു എന്ന നഫീസാ ബീവിയുടെ ഉപ്പ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഒരൊറ്റ രാത്രി പോലും കരയാതെ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. 10 വയസ്സുള്ളപ്പോ അല്ലാഹുവെ ഓർത്ത് കരയാൻ നമ്മുടെ മക്കൾക്ക് കഴിയുമോ ഉമ്മ? പിന്നെ എങ്ങനെയാണ് അത്ഭുതമാകാതിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ആ ചരിത്രം ഞാൻ പറയാതിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ആ ചരിത്രം പറയുമ്പോ കാളാചാര് പരിസരം മുഴുവൻ ജനനിബിഡമായി നിറഞ്ഞൊടുകാതിരിക്കുന്നത് എങ്ങനെയാണ്? നഫീസാ ബീവി റളിയല്ലാഹു അൻഹാ 10 വയസ്സുള്ളപ്പോ ഉറങ്ങാതെ രാത്രികാലത്ത് പടച്ചോന് ദുആ ചെയ്ത് കരയുമായിരുന്നു. അല്ലാഹുവേ, നമ്മുടെ വീട്ടിന്റെ അകത്ത് അങ്ങനെ ഒരു രംഗമുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഓരോ ഇബാദത്തിനും വല്ലാത്ത താല്പര്യമാണ്, ആരാധനയ്ക്ക് വല്ലാത്ത സുഖമാ. ഒരിക്കൽ നഫീസാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണാൻ വീടിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് പൊട്ടിക്കരയുകയാണ്. കാത്തിരുന്ന് ഒരുപാട് സമയമായി വരുന്നില്ല. തളർന്നു പോയ മനസ്സുകൊണ്ട് മടങ്ങിപ്പോകാൻ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ ഇബാദത്തിലാണ്, ആരാധനയിലാണ്, നിങ്ങൾ വന്ന വിവരം അറിഞ്ഞിട്ടില്ല. അതേ വാതിൽ ചെറുതായിട്ടൊന്ന് മുട്ടുമ്പോ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. വാതിൽ തുറക്കുമ്പോ കരഞ്ഞ് കണ്ണീര് വറ്റിയിട്ട് നിസ്കാരപ്പായിൽ തളർന്നു കിടക്കുകയാണ്. നഫീസാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പഠിക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയൽ കണ്ടിട്ട് കരഞ്ഞതല്ല, സിനിമ കണ്ടിട്ട് കരഞ്ഞതല്ല, ദുനിയാവിൽ എന്തെങ്കിലും ശരം വന്നത് പോയി ഓർത്തുകൊണ്ട് കരഞ്ഞതല്ല, വെള്ളം കൊണ്ട് മുഖത്ത് തളിപ്പിച്ചിട്ട് നിസ്കാരപ്പായിലേക്ക് എഴുന്നേറ്റിരിക്കുമ്പോ നഫീസാ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാ, എന്തിനാണ് ഇവിടുന്ന് കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ മനുഷ്യൻ തോറ്റുപോകുന്ന കരച്ചിൽ നടത്തുന്നത്? അവര് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനില് ഒരായത്തിന് ഉറക്കുന്നില്ല, ഖുർആനിന്റെ ഒരായത്തിന് എനിക്കൊരു സമാധാനവും തരുന്നില്ല. എന്തേ ആയത്തെന്നറിയോ? എത്ര പ്രാവശ്യം ഖത്തബോധി തീർന്നിട്ട് നിന്റെ ഉറക്കത്തിനൊരു കുഴപ്പവുമില്ലാത്ത പിന്നെ